പശ്ചിമ ബംഗാളിന്റെ അതിർത്തി പ്രദേശത്ത് സമാന്തരമായിട്ടുള്ളൊരു വ്യാവസായിക ലോകം പ്രവർത്തിക്കുന്നുണ്ട് അനധികൃതമായിട്ട്. ഏറെക്കാലമായിട്ട് ഇത് പ്രവർത്തിച്ചു വരുന്നു. കള്ളക്കടത്ത്, മയക്കുമരുന്ന് കടത്ത്, കന്നുകാലി കടത്ത് ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളാണ് ഇതുവഴി നടന്നു വരുന്നത്. ഏതാണ്ട് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ 500 കിലോമീറ്ററോളം വരുന്ന പ്രദേശത്താണ് ഇത്തരത്തിലുള്ളൊരു സമാന്തര വ്യവസായ ലോകം പ്രവർത്തിക്കുന്നത്. ഇതിനെതിരെ എന്ത് നടപടിയാണ് സുവേന്ദു അധികാരി എടുക്കാൻ പോകുന്നത്? അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള നടപടി എടുക്കാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു സമാന്തരമായിട്ടുള്ള ഒരു കള്ളക്കടത്ത് ലോകം? ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ അതിർത്തി പങ്കിടുന്നത് 3 സംസ്ഥാനങ്ങളിലാണ്. ഒന്ന് മുഖ്യമായിട്ടും ബംഗാളിൽ, രണ്ടാമത് ആസാമിൽ, മൂന്നാമത് വളരെ ചെറിയൊരു ദൂരം മേഘാലയയിൽ. ഇവിടെ ഇപ്പോ ആസാമിലും ബംഗാളിലും BJPയുടെ ഭരണം, അതും BJPയുടെ തീപ്പൊരി നേതാക്കന്മാരായ ആസാമിൽ ഹൈമന്ത ബിശ്വ ശർമ്മ, അതുപോലെ ബംഗാളിൽ ഇപ്പോൾ അധികാരം ഏറ്റെടുത്തിരിക്കുന്നത് സുവേന്ദു അധികാരി. ഈ 2 നേതാക്കന്മാരും ഭരണത്തിലേക്ക് വന്നതോടുകൂടി BJPയുടെ കൈവശം ബംഗാളും ആസാമും എത്തിയതോടുകൂടി ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലുള്ള അധോലോക സാമ്രാജ്യം, ആ അധോലോക സാമ്രാജ്യത്തെ ഒരു വർഷം നടത്തുന്ന ബിസിനസ് $12 ബില്യൺ ആണെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അതായത് 1 ലക്ഷം കോടി രൂപയിലധികം വാർഷിക ടേൺ ഓവറുള്ള ഒരു അധോലോക സാമ്രാജ്യമാണ് ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നത്. അത് മുഖ്യമായും ബംഗാളിലൂടെയാണ്. അതായത് ബംഗാളിലാണ് ഏതാണ്ട് 2500ഓളം കിലോമീറ്റർ അതിർത്തിയുള്ള. അതിൽ 500 കിലോമീറ്ററിൽ ഏതാണ്ട് ഒരു 560 കിലോമീറ്ററോളം ഫെൻസിങ് ഇല്ല. ഈ ഫെൻസിങ് ഇടുന്നതിനെ പലപ്പോഴും മമതാ ബാനർജി തടസ്സപ്പെടുത്തിയിരുന്നു. ചരിത്രപരമായിട്ട് പരിശോധിക്കുമ്പോൾ ഈ അധോലോക സാമ്രാജ്യത്തിന്റെ നിലനിൽപ്പ് ബംഗാളിലെ സർക്കാരുകളുടെ ഒരു കണ്ണടക്കലിലൂടായിരുന്നു. 60 കൊല്ലമായിട്ട് ഡൽഹിയിലും ബംഗാളിലും വ്യത്യസ്ത സർക്കാരുകളാണ് നിലനിന്നിരുന്നത്. ഇത് രാജ്യസുരക്ഷയെ തന്നെ വളരെ ദോഷകരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇതുവഴി ഇപ്പം ഗൗതം പറയുന്നത് പോലെ ആദ്യം നമ്മൾ പറയും ദൈനംദിന ആവശ്യത്തിനുള്ള കൺസ്യൂമർ ഗുഡ്സ് ആണ് അതുവഴി കള്ളക്കടത്ത് നടത്തുന്നത്. അതൊരു ഭാഗത്ത് നടക്കുന്നു. അതുകൂടാതെ മറുഭാഗത്ത് സ്വർണവും അതുപോലെ തുണിത്തരങ്ങളും ഒക്കെയുള്ള അത്തരം കുറച്ചുകൂടി വില കൂടിയ വസ്തുക്കളുടെ കള്ളക്കടത്ത് നടക്കുന്നു. ഇനി മൂന്നാമത് നടക്കുന്നത് കാലിക്കള്ളക്കടത്താണ്. അത് ഇതിലെ ഏറ്റവും വലിയൊരു ഘടകമാണ്. ഏതാണ്ട് 25,000 കോടി രൂപയാണ് കാലിക്കള്ളക്കടത്തിന്റെ മൂല്യമായിട്ട് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അതിനുശേഷം മയക്കുമരുന്നിന്റെയും ആയുധങ്ങളുടെയും കള്ളക്കടത്ത് നടക്കുന്നു. അതുകൂടാതെ മനുഷ്യ കള്ളക്കടത്ത് നടക്കുന്നു. അതായത് ബംഗ്ലാദേശിൽ നിന്നുള്ള യുവതികൾ ഇന്ത്യയിലെത്തി അവരെ ലൈംഗിക കേന്ദ്രങ്ങളിലേക്കും ഇന്ത്യക്കുള്ളിലെയും അതുപോലെ പുറത്തെയും ലൈംഗിക കേന്ദ്രങ്ങളിലേക്ക്, അത് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ അവിടേക്ക് കയറ്റിവിടും. ഈ വൻ അധോലോക സാമ്രാജ്യം യഥാർത്ഥത്തിൽ പണ്ട് ബോംബെയിൽ, ഇന്നത്തെ മുംബൈയിൽ ഉണ്ടായിരുന്ന ദാവൂദ് ഇബ്രാഹിമിന്റെ അധോലോക സാമ്രാജ്യത്തെക്കാൾ എത്രയോ വലുതാണ്. ഇവിടെ ഭരിക്കുന്ന ചില മാഫിയ ഡോണുകളുണ്ട്. ഈ അധോലോക സാമ്രാജ്യത്തിന്റെ കപ്പം കിട്ടിയാണ് യഥാർത്ഥത്തിൽ തൃണമൂൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. മുൻപ് ഈ കപ്പം പോയിരുന്നത് CPMന്റെ കീശയിലേക്കാണ്. ഈ വൻതോതിലുള്ള പണത്തിന്റെ ഒഴുക്കാണ് അതോടൊപ്പം അക്രമവും. നിങ്ങൾക്കറിയാം, ഈ റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകൾ എന്ന ഒരു വിഭാഗത്തിന്റെ സ്വാധീനം അത് ഒരു ഭാഗത്തുള്ളപ്പോൾ അതിനേക്കാൾ വലിയ ആകർഷണീയതയാണ് ഈ കള്ളക്കടത്ത് സാമ്രാജ്യങ്ങൾ. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതും റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളിൽ പെട്ടവരാണ്. കാരണം മതഭീകരതയും അതുപോലെ തന്നെ അധോലോകവുമായിട്ട് എന്നും ബന്ധമുണ്ടായിരുന്നു. ദാവൂദ് ഇബ്രാഹിം ആകട്ടെ, കരീം ലാല ആകട്ടെ, തുടങ്ങി ഇവരുടെയൊക്കെ തലതൊട്ടപ്പനായിരുന്ന ഹാജി മസ്താൻ ആവട്ടെ, പിന്നീട് വന്ന യൂസഫ് പത്താൻ ആവട്ടെ, ഇവരെല്ലാം തന്നെ മത തീവ്രവാദവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിന്റെ ചങ്ങലകൾ രാജ്യാന്തര തലത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. ഇതൊരു മഹാസാമ്രാജ്യം. ഈ സാമ്രാജ്യത്തിൽ നിന്നുള്ള കപ്പം സ്വീകരിച്ച് അവരോടുള്ള വിധേയത്വമാണ് ഇതുവരെയുള്ള ബംഗാൾ സർക്കാരുകൾ കാണിച്ചത്, പണ്ടുണ്ടായിരുന്ന ആസാം സർക്കാരുകൾ കാണിച്ചത്. അങ്ങനെയാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്ത്യയിലേക്ക് ഈ അതിർത്തി വഴി വന്നത്. ഇതിന്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് BSFും ബംഗാൾ പോലീസും തമ്മിലുള്ള സ്വരച്ചേർച്ച ഇല്ലായ്മയാണ്. പലപ്പോഴും BSF അവരുടെ ഒരു വളരെ ചെറിയൊരു കോറിഡോറിന് പുറത്തേക്ക് വന്നാൽ ബംഗാളിന്റെ അധികാരം, ഇന്ത്യയുടെ ഫെഡറലിസം തകരുന്നു, ബംഗാളിന്റെ അധികാരങ്ങൾ
പിന്നെ കേന്ദ്രം കവർന്നെടുക്കുന്നു എന്നുള്ള ആരോപണങ്ങളുമായിട്ട് മമതാ ബാനർജി രംഗത്ത് വരുമായിരുന്നു. ഉം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മമതാ ബാനർജിയുടെ ഈ രൂക്ഷമായ ഈ പോരാട്ടങ്ങളുടെ പിന്നിലുള്ളത് ഈ അധോലോകത്തിന്റെ പിന്നെ ശക്തിയാണ്. ബംഗാളിലെ തൃണമൂലുകാർ നടത്തുന്ന അക്രമങ്ങൾ നിങ്ങൾ കണ്ടാൽ അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അക്രമത്തിനും അപ്പുറത്താണ്. കേരളത്തിലും ഈ അടുത്ത കാലത്തായിട്ട് നിങ്ങൾ കണ്ടു കാണും, കേരളത്തിലെ സ്വർണ്ണ കള്ളക്കടത്ത് സംഘങ്ങൾ, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ സംഘങ്ങളാണ് കേരളത്തിലെ രാഷ്ട്രീയ സംഘർഷങ്ങളിലെ എല്ലാം പിന്നിലുണ്ടായിരുന്നത്. ഈ സ്വർണം കള്ളക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ, അങ്ങനെയൊക്കെയുള്ള സംഘങ്ങൾ, അവരാണ് ഒരാളിനെ വെട്ടിക്കൊന്ന് പോസ്റ്റിൽ കെട്ടിത്തൂക്കിയിടുന്നത്, 50ഉം 60ഉം വെട്ടുകൾ ഒരാൾക്ക് കൊടുക്കുന്നത്. ഇതിന്റെയൊക്കെ പിന്നിൽ പരിശീലനം സിദ്ധിച്ച അധോലോകത്തിന്റെ കൈകളാണ്. ഈ ബംഗാളിലെ സർക്കാർ എന്നും കേന്ദ്ര സർക്കാരിന്റെ ഒരു കൗണ്ടർ ബാലൻസ് ആയിട്ടാണ് നിലകൊണ്ടിരുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പല പോളിസികളെ അവർ എതിർക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് തന്നെ CAA വിരുദ്ധ പ്രക്ഷോഭം ഇന്ത്യയിൽ നടന്നപ്പോൾ അതിന്റെ പിന്നിലുള്ള ശക്തികളുടെ ആഴത്തെ വെളിയിൽ കൊണ്ടുവരാൻ BJP നേതാക്കന്മാർക്ക് പോലും കഴിഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി അവരിൽ തന്നെ ആരെങ്കിലും കൈക്കൂലി വാങ്ങിക്കുന്നുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇങ്ങനത്തെ ഒരു സംഭവം നിങ്ങളോട് കേരളത്തിൽ ഇതുവരെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കേരളത്തിൽ ഏതെങ്കിലും മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? കാലിക്കട്ടയിൽ കേരളത്തിലെ എല്ലാ ദിനപത്രങ്ങൾക്കും ലേഖകരുണ്ട്. ഇപ്പം മനോരമയ്ക്കും മാതൃഭൂമിക്കും ഒക്കെ ഉണ്ട്. പക്ഷെ ആരെങ്കിലും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഇംഗ്ലീഷ് പത്രങ്ങളിൽ വന്നിട്ടുണ്ട് അഖിലേന്ത്യാ തലത്തിൽ. പക്ഷേ മലയാള മാധ്യമങ്ങൾ ഒരിക്കലും ഇതൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ എന്തെല്ലാം സംഭവങ്ങളാണ്. അതായത് ഈ അതിർത്തി, ഈ അധോലോക സാമ്രാജ്യം ഇപ്പോൾ ഭയന്ന് വിറക്കുകയാണ്. കാരണം ആസാമിലൂടെയുള്ള ഈ കള്ളക്കടത്ത് ഏതാണ്ട് നിലച്ച മട്ടാണ്. അവിടെ അതിശക്തമായ നടപടികളുമായിട്ടാണ് ഹിമന്ത ബിശ്വ ശർമ്മ മുന്നോട്ട് പോകുന്നത്. പക്ഷേ അവിടെ അങ്ങനെ ചെയ്തിരുന്നപ്പോഴും ബംഗാളിലെ പല സ്ഥലങ്ങളും തുറന്നു വിടുന്നിരുന്നു. നിങ്ങൾക്കറിയാം, ബംഗ്ലാദേശുമായിട്ടുള്ള അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് മുർഷിദാബാദ്. ആ മുർഷിദാബാദിൽ ചില സ്ഥലങ്ങളുണ്ട്, ചില കളക്ഷൻ പോയിന്റുകളുണ്ട്. ഈ കളക്ഷൻ പോയിന്റുകളിലേക്കാണ് ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള ഈ കള്ളക്കടത്ത് സാധനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നത്. അവിടെ നിന്നാണ് ഇന്ത്യയിലേക്ക് അത് വിതരണം. അതുപോലെ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന കള്ളക്കടത്ത് സാധനങ്ങളും ഈ കളക്ഷൻ പോയിന്റുകളിൽ എത്തിച്ചിട്ട് അതിന് ഇടനിലക്കാരുണ്ട്. അതിന് രാഷ്ട്രീയ നേതൃത്വത്തിന് കണ്ണടയ്ക്കുന്നുണ്ട്. ചിലപ്പോഴെങ്കിലും BSFന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കും അവിടുന്ന് കൈക്കൂലി ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഇതൊരു വലിയ നെക്സസ്, ഇംഗ്ലീഷിൽ പറയുന്ന നെക്സസ്, ഒരു ദൂഷിത വലയമാണ്. ആ ദൂഷിത വലയത്തിന്റെ സഹായത്തോടെ ആയിരക്കണക്കിന് ആൾക്കാർ ഉൾപ്പെടുന്ന ഒരു സമാന്തര ലോകമാണിത്. ഈ സമാന്തര ലോകത്തിന്റെ അടിവേരുകൾ ഇളകി തുടങ്ങിയിരിക്കുന്നു. ഈ സമാന്തര ലോകം ഇപ്പോൾ ഭയന്ന് വിറയ്ക്കുകയാണ്. ഇവരുടെ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് പറ്റില്ല. ഇപ്പം ഇതൊന്നും നിങ്ങൾ വിചാരിക്കുന്ന പോലെ തീർത്തും രഹസ്യമായിട്ട് ചെയ്യുന്നതല്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഇത്തരം കളക്ഷൻ സെന്ററുകളെ കുറിച്ച് ഞാൻ പറയുമ്പോൾ മുർഷിദാബാദിലെ ഇമാം ബസാർ എന്ന് പറയുന്നത് നൂറുകണക്കിന് കള്ളക്കടത്തുകാരും അവരുടെ മധ്യവർത്തികളും രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ ഇടകലരുന്ന, മയക്കുമരുന്നും ശരീര വ്യാപാരവും നടക്കുന്ന അത്തരം കേന്ദ്രങ്ങൾ. അവിടെ എന്തും ലഭിക്കും. കാശ് കൊടുക്കാമെങ്കിൽ എന്തും കിട്ടും. ആരെയും കൊലപ്പെടുത്താം. നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത നീതിന്യായ വ്യവസ്ഥയുടെ കൈകൾ എത്തിച്ചേരാത്ത സ്ഥലമാണ് ഇമാം ബസാർ. അതുപോലെയുള്ള നിരവധി കേന്ദ്രങ്ങളുണ്ട്. ഞാൻ ചില പേരുകൾ പറയാം. ജഗതായി, നൂർപൂർ, ദേബിപൂർ, ഹമീദ്പൂർ, വജീപൂർ, ഇതെല്ലാം ഇത്തരം കളക്ഷൻ സെന്ററുകളാണ്. ഇത് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ പല ഭാഗത്തായിട്ട് ചിതറിക്കിടക്കുന്ന കളക്ഷൻ സെന്ററുകൾ. ഈ കളക്ഷൻ സെന്ററുകളിൽ ഇവിടെ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ കൈക്കൂലി രാഷ്ട്രീയക്കാരുടെ പോക്കറ്റുകളിലേക്ക് എത്തുന്നു. അതായത് കറപ്റ്റായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ ഇതിനെയൊക്കെ നേരെ കണ്ണടയ്ക്കുന്നു. അവർക്ക് മാസപ്പടിയും വലിയ ഉപഹാരങ്ങളും കിട്ടുന്നു. ഈ സാമ്രാജ്യത്തിന്റെ അടിവേര് തകർക്കാൻ ശുഭേന്ദു അധികാരിക്ക് സാധിച്ചാൽ അത് ബംഗാളിന്റെ അല്ല, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥിതിക്ക് തന്നെ വലിയ മുതൽക്കൂട്ടായിരിക്കും. അതായത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ലീഗൽ ബിസിനസ് $15 ബില്യൺ ആനുവലി. ഞാൻ ഈ പറഞ്ഞത് സർക്കാരിന്റെ കണക്കുകൾ വെച്ചിട്ട് $12 ബില്യൺ ബിസിനസ് അനധികൃതമായിട്ട് നടക്കുന്നു. ഒരുപക്ഷെ അതിലൊക്കെ വളരെ കൂടുതൽ നടക്കുന്നുണ്ടായിരിക്കാം. ഇത് ബംഗ്ലാദേശിലേക്ക് മാത്രമല്ല ഇത് നടക്കുന്നത്. ഇത് അവിടെ നിന്നും പല രാജ്യങ്ങളും, മ്യാൻമാറിലേക്കും അതുപോലെ മറ്റ് പല കേന്ദ്രങ്ങളിലേക്കും ഒഴുകുന്നുണ്ടായി അവ. ഈ കള്ളക്കടത്ത് ഇതാണ് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഇത് നിലനിൽക്കാൻ വേണ്ടിയാണ് ബംഗാളിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ആകാൻ ഇടയരുത്,
ആവരുത് ഭരിക്കുന്നത് എന്ന് ചില ശക്തികൾ തീരുമാനിച്ചത്. ഇന്ദിരാഗാന്ധിക്കും രാജീവ് ഗാന്ധിക്കും ഈ ശക്തികളെ തോൽപ്പിക്കാൻ പറ്റിയില്ല. മൻമോഹൻ സിംഗിനും വാജ്പേയിയുടെ കാലത്തും അവിടെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പോൾ നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിൽ അവിടെ ആ സാമ്രാജ്യത്തിന്റെ അടിവേരുകൾ ഇളകി തുടങ്ങിയിരിക്കുകയാണ്. അവിടെ ഒരു ഭൂകമ്പം ഉണ്ടാകാൻ പോവുകയാണ്. ബംഗാളിൽ BJP സർക്കാർ അധികാരത്തിൽ വന്നതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ചെറിയൊരു വിവരണം തരാനേ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ഇത് മഞ്ഞുമലയുടെ ഒരു അറ്റമാണ്. വരാനിരിക്കുന്നത് ഇപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ പറയും കിഴക്ക് ഒറ്റാലിൽ കിടക്കുന്നതിനേക്കാൾ എത്രയോ വലുതാണ് കിഴക്ക് നിന്ന് വരുന്നതെന്ന് പറയും. അതായത് നിങ്ങളുടെ കയ്യിലുള്ള മത്സ്യത്തെക്കാൾ എത്രയോ വലിയ മത്സ്യമാണ് ഈ നദിയിലൂടെ ഒഴുകി വരുന്നത്. അവിടെ നടക്കാൻ പോകുന്ന മാറ്റങ്ങൾ അത് ഭൂമി കുലുക്കമുണ്ടാക്കുന്ന മാറ്റങ്ങളാണ്. ഇതുവരെയും ബംഗാളിലെ സർക്കാരുകൾ നിരന്തരം കേന്ദ്രവിരുദ്ധ സമരം നടത്തിയതും ഇപ്പം കേന്ദ്ര സർക്കാർ സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ട് കൊണ്ടുവന്നപ്പോൾ, കേന്ദ്ര സർക്കാർ ഇന്റൻസീവ് റിവിഷൻ കൊണ്ടുവന്നപ്പോൾ അതിനെയൊക്കെ എതിർത്തത് അത് വെറും ആശയപരമായ എതിർപ്പല്ല. അതിന്റെ പിന്നിൽ കോടികൾ കൈമറിയുന്ന ഒരു അധോലോക സാമ്രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അവരോട് വിധേയത്വമുള്ള അവരുടെ കയ്യിൽ നിന്നും കോടികൾ കൈപ്പറ്റുന്ന ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ കറുത്ത ശക്തികളുടെ താല്പര്യങ്ങളാണത്. ആ ശക്തികൾ അവരുടെ ഉള്ളിലുള്ളത് പ്രതിഫലിപ്പിക്കുകയാണ് അവിടെ ചെയ്തത്. ഇതാണ് ബംഗാളിലും ആസാമിലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഈ വരുന്ന ദിവസങ്ങളിൽ ഈ അധോലോക സാമ്രാജ്യത്തിന് ഇളക്കം തട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ പ്രതികാരം ചെയ്യും. അവരങ്ങനെ അടങ്ങിയിരിക്കുമെന്ന് കരുതണ്ട. ഞാൻ ബംഗ്ലാദേശിലെ പ്രമുഖ ദിനപത്രങ്ങളിലൊക്കെ ഇത് സംബന്ധിച്ചിട്ട് നിരവധി ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. ഈ ആർട്ടിക്കിളിലൊക്കെ പറയുന്നത് ഇതിൽ ഏറ്റവും ഈ സമാന്തര സാമ്രാജ്യത്തിന്റെ ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യറീസ് ബംഗ്ലാദേശിന്. ഇന്ത്യക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് ചരക്ക് ഒഴുകുകയാണ്. അതൊന്നും തന്നെ യഥാർത്ഥത്തിലുള്ള ചരക്കുകളല്ല. സർക്കാരിന് GSTയോ മറ്റു രീതിയിലുള്ള നികുതികളോ കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള ഈ അധോലോക സാമ്രാജ്യം കുലുങ്ങുമ്പോൾ തീർച്ചയായിട്ടും തീവ്രവാദ ആക്രമണങ്ങളിലൂടെയും ബോംബ് സ്ഫോടനങ്ങളിലൂടെയും വർഗീയ കലാപങ്ങളിലൂടെയും രാഷ്ട്രീയ സംഘർഷങ്ങളിലൂടെയും ഒക്കെ പ്രതികരിക്കാൻ ബംഗ്ലാദേശ് തയ്യാറെടുക്കും. എങ്ങനെയാണ് സുബേന്ദു അധികാരിയും ഹൈമന്ത ബിശ്വ ശർമ്മയും അടങ്ങുന്ന BJPയുടെ നേതൃനിര അവർ സ്ട്രീറ്റ് സ്മാർട്ടും അതുപോലെ സ്ട്രീറ്റ് ക്രെഡൻഷ്യൽസും എന്ന 2 വാക്കുകൾ ഇംഗ്ലീഷിലുണ്ട്. അതായത് തെരുവുകളിലും പോരാടി പരിചയമുള്ള ആൾക്കാരാണ്. അവർക്ക് സാമാന്യ ജനങ്ങളുടെ പിന്തുണയുള്ള ആൾക്കാരാണ്. അവരിത് നേരിടാനിടങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഈ സാമ്രാജ്യങ്ങൾ കുലുക്കം തട്ടും. ഇപ്പോൾ തന്നെ ബംഗാളിൽ നിന്ന് പല കാലിക്കള്ളക്കടത്തുകാരും ഒളിച്ചോടുന്നതായിട്ടാണ് വാർത്ത വരുന്നത്. എന്തായാലും കൂടുതൽ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ വരുന്ന ദിവസത്തിൽ ഇതിന്റെ ആക്ഷൻ വരുമ്പോൾ മുഖ്യധാരാ മലയാള മാധ്യമങ്ങളിൽ ഇതൊന്നും കാണില്ല. നിങ്ങൾക്കായിട്ട് ഇത്തരം വാർത്തകളുമായിട്ട് നമ്മൾ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തും. അതുവരെ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം.